നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. UDYF CPM ഉപരോധ സമരം പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തും BRCയും സ്തംഭിച്ചു. ബഡ്സ് സ്കൂൾ അധ്യാപികയെ പിരിച്ചുവിടാനും ഇന്റർവ്യൂ നിർത്തിവെക്കാനുമായിരുന്നു ഇരുവിഭാഗങ്ങളും പ്രതിഷേധം സംഘടിപ്പിച്ചത്. പേരാമ്പ്ര BRCയിലെ ഭിന്നശേഷി ഓട്ടിസം സെന്ററിൽ പരിശീലകയായിരുന്ന കായണ്ണ സ്വദേശി കാവ്യയെ പിരിച്ചുവിടണമെന്നും ബാക്കിയുള്ള നിയമനങ്ങൾ പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, KSU, MSF സംഘടനകളുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര BRCയിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. ഇത് സംബന്ധമായി UDF സംഘടനകളുടെ ഭാരവാഹികൾ നേരത്തെ BPCയുമായി ബന്ധപ്പെട്ടിട്ടും ഗൗരവതരമായ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. ഭരിച്ചവരുടെ രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി യോഗ്യതയില്ലാത്ത, മെറിറ്റില്ലാത്ത ആളുകളെ നിയമിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചതെന്നും പരിഹാര നടപടികൾ ഉണ്ടാവണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. ലഹരി സംഘത്തിൽപ്പെട്ടവരെ മാറ്റി നിർത്തുമെന്നും തുടർ നടപടി ഉണ്ടാവുമെന്നും AEO യൂസഫ്, DPC നിസാർ ചേലേരിയും പറഞ്ഞു. തുടർന്ന് ഉപരോധ സമരം അവസാനിപ്പിച്ചതെന്ന് യൂത്ത് ലീഗ് നേതാവ് പറഞ്ഞു. ലഹരി വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട്, ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സസ്പെൻഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവരെ പൂർണ്ണമായിട്ടും പിരിച്ചുവിടണം എന്നുള്ള ആവശ്യം ഇവിടെ MSFും യൂത്ത് ലീഗൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഡിസ്മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ BRCയിലെ BPCയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണത്തോടാണ് നമ്മൾ സഹകരിക്കുക എന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ BPC ഇവിടുന്ന് റിവീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതുകൊണ്ട് നിൽക്കില്ല. ഇത് തുടർന്ന് മറ്റ് ആരെങ്കിലുമൊക്കെ ഇതിൽ പ്രതിചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതിൽ കണ്ണികളാക്കിയിട്ടുണ്ടെങ്കിൽ അവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കണം എന്നുള്ള ആവശ്യം MSFനും യൂത്ത് ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള, സുതാര്യമായിട്ടുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. വിദ്യാഭ്യാസ വകുപ്പും ആഭ്യന്തര വകുപ്പും കൈകോർത്തുകൊണ്ട് ലഹരിക്കെതിരെയുള്ള ഈ ഒരു നിതാന്ത ജാഗ്രതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മളുടെ ആവശ്യം ന്യായമായിരുന്നു. ആ ന്യായമായ ആവശ്യം വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അംഗീകരിച്ചുകൊണ്ടുള്ള തുടർ നടപടിയിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പിൻ്റെ പേരിൽ ഇവിടെ സമരം അവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഇന്റർവ്യൂ CITU നേതൃത്വത്തിൽ തടഞ്ഞതോടെ UDF CPM സംഘർഷ സാധ്യതയും ഉടലെടുത്തു. നാദാപുരം DYSP മനോജിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഇന്റർവ്യൂ മാറ്റിവെച്ചതോടെയാണ് പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതെന്ന് CITU നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് ഈ പേരാമ്പ്ര പഞ്ചായത്തിൽ ഇതിനു മുമ്പേയും ഇവിടെ ഉണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഭരണസമിതി വന്നതിന് ശേഷം ആ ഒഴിവാക്കരുത് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ആ ഒഴിവാക്കുന്നതിനെതിരായിട്ട് ഇവിടെ വന്നിട്ടൊരു കലാപം ഉണ്ടാക്കുകയോ ഇവിടെ വന്നിട്ടൊരു പ്രശ്നമുണ്ടാക്കുകയോ ഇവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ ഉപരോധിക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് എടുക്കുന്ന തീരുമാനം അത് നടക്കട്ടെ എന്നുള്ള നിലയ്ക്കാണ്. എന്നാൽ ഇന്നെടുത്തിട്ടുള്ള ഈ തീരുമാനം തികച്ചും
1995 പഞ്ചായത്ത് രാജ് നിയമത്തിൽ പറയുന്നു. എന്താ പറയുന്നത്? ഈ വത്സ സ്കൂളിന്റെ നിയന്ത്രണ അധികാരം സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഏത് ഉദ്യോഗസ്ഥരാണ് പഞ്ചായത്തിലുള്ളത്? സെക്രട്ടറി ഉണ്ടോ? അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ടോ? ക്ലർക്കുമാരുണ്ടോ? ഇവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ടോ? ആരാ ജോലി ചെയ്യുന്നത്? ICDS സൂപ്പർവൈസറാണ്. അവരാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ ജോലി ചെയ്യുന്നത്. അവരല്ലേ ഈ നിർവഹണ ഉദ്യോഗസ്ഥരാവേണ്ടത്? അവർ ഇന്റർവ്യൂ ബോർഡിൽ വേണ്ടേ? അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ പിരിച്ചുവിടുന്നതോ ഇങ്ങനെ ഇന്റർവ്യൂ നടത്തുന്നതോ എന്നോട് ആലോചിച്ചിട്ടില്ല. ആലോചിക്കണ്ടേ? അപ്പം ഞങ്ങൾ പറയുന്നത് ഒരു ഭരണസമിതി പുതുതായി വന്നാൽ അതിൽ പരിചയക്കുറവുണ്ടാവും. ആ പരിചയക്കുറവുണ്ടെങ്കിൽ പരിചയമുള്ളവരുമായി സംസാരിക്കണം. സംസാരിച്ചിട്ട് സംശയങ്ങൾ തീർക്കണം. എന്നിട്ടാണ് ഇത് നിയമപരമായി നടത്തേണ്ടത്. ടീച്ചറെയും ആയെയും ഒഴിവാക്കിക്കൊണ്ട് പുതിയ നിയമനം നടത്താൻ ആവശ്യമായ നടപടിയാണ് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ പഠിക്കുന്നത്. എന്നാൽ സ്വാഭാവികമായും ഇത്തരം ഒരു നിയമനം നടത്തുമ്പോൾ തൻ്റെ പഞ്ചായത്ത് ഭരണസമിതിക്കകത്തൊരു തീരുമാനമുണ്ടാക്കുക എന്ന ഒരു അജണ്ട വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുക എന്ന സാമാന്യ രീതി പോലും കാണിക്കാതെ ഭരണത്തിൻ്റെ ദാർഢ്യവും ധിക്കാരവും കാണിച്ചുകൊണ്ട് ആളുകളെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി ഇത്തരം രീതിയിലുള്ള കാലത്തപരമായ സമീപനം സ്വീകരിച്ച് നിയമനം നടത്തി പോകാമെന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നേരത്തെ മറ്റു സഖാക്കൾ സൂചിപ്പിച്ച പോലെ ഈ ഇവിടെ എത്തിച്ചേർന്ന ഏതെങ്കിലും ഒരു സഖാക്കൾ അത്തരം നിങ്ങളുടെ ഭീഷണിക്ക് മുമ്പിൽ ഏതെങ്കിലും യൂത്ത് ലീഗിൻ്റെയോ യൂത്ത് കോൺഗ്രസ്സുകാരുടെയോ അല്ലെങ്കിൽ പോലീസിൻ്റെയോ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിക്കൊണ്ട് ഈ ഇന്റർവ്യൂ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ് കൃത്യമായി ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.